ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഈസ് ദ നെയിം ഗിവൺ ടു ആൻ എക്കണോമിക് റവല്യൂഷൻ. അതായത് സാമ്പത്തികപരമായ ഉണ്ടായ വിപ്ലവത്തിന് നൽകിയ പേരാണ് ഏത്? വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. ഇറ്റ് ബിഗിൻ ഇൻ ഇംഗ്ലണ്ട് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 18th സെഞ്ച്വറി. 18ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിലാണ് എന്ത് ആരംഭിക്കുന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിക്കുന്നത്. ദ ഗ്രേറ്റ് റവല്യൂഷൻ ബ്രോട്ട് അബൌട്ട് മെനി ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഇൻ ദ എക്കണോമിക് ഫീൽഡ്. സാമ്പത്തികപരമായ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സഹായിച്ച മഹത്തായ ഒരു വിപ്ലവമായിരുന്നു ഏതാ? വ്യാവസായിക വിപ്ലവം. കറക്റ്റ് ഇയർ ഇല്ലേ? കറക്റ്റ് ഇയർ ഇല്ലേ? 18th സെഞ്ച്വറിയാണ്. കറക്റ്റ് ഇയർ പറയുന്നത് 18th സെഞ്ച്വറി. 18th സെഞ്ച്വറിയുടെ സെക്കൻഡ് ഹാഫിൽ. അത് 1950. 18th സെഞ്ച്വറിയാണ്. 18th സെഞ്ച്വറി ആണ് 1950 അല്ലേ? 17ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ It marked a great change. The Great Revolution brought about many fundamental changes in the economic field. ഇപ്പോൾ സാമ്പത്തികപരമായ മേഖലയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ അതിന് കഴിഞ്ഞു. ഈ വ്യവസായ വിപ്ലവത്തിന് കഴിയുകയുണ്ടായി. ഇറ്റ് മാർക്കഡ് എ ചേഞ്ച് ഫ്രം വർക്ക് അറ്റ് ഹോം ടു വർക്ക് അറ്റ് ഫാക്ടറി. അതായത് വീടുകളിൽ നിന്നും ഫാക്ടറികളിലേക്ക് എന്ത് ചെയ്തു? വ്യാവസായിക മേഖല മാറ്റിയൊരു വിപ്ലവമായിരുന്നു ഏതാ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. A modern writer has defined industrial revolution as a fundamental change of series of changes in ways of working, traveling and living. ഒരു മഹാനായ ചിന്തകൻ്റെ അഭിപ്രായത്തിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഉണ്ടായൊരു മാറ്റം, ഒരു ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങളുടേതായ ഒരു ഘട്ടം ഇൻ വേസ് ഓഫ് വർക്കിംഗ്, ട്രാവലിംഗ് ആൻഡ് ലിവിങ്. അതായത് നമ്മുടെ ജീവിത മേഖലയിലും യാത്രാ മേഖലകളിലും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിലും തൊഴിൽ മേഖലയിലും എന്ത് ചെയ്തു? ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവന്ന വിപ്ലവമായിരുന്നു ഏതാ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് നോട്ട് എ സഡൻ ചേഞ്ച് ലൈക്ക് എ പൊളിറ്റിക്കൽ റവല്യൂഷൻ. ഒരു രാഷ്ട്രീയ വിപ്ലവം പോലെ പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ല എന്ന് പറയാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. ദിസ് റവല്യൂഷൻ ആൾസോ ലെഡ് ടു ദ എമർജൻസ് ഓഫ് ഫാക്ടറീസ്. ഫാക്ടറികളുടെ ഉദയത്തിന് അല്ലെങ്കിൽ ഫാക്ടറികളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഒരു വിപ്ലവമായിരുന്നു വ്യവസായ വിപ്ലവം. ടു ബിൽഡ് മെഷീൻസ് ആൻഡ് ഫാക്ടറീസ് ഗ്രേറ്റ് ക്യാപിറ്റൽ ഹാഡ് ടു ബി ഇൻവെസ്റ്റ്മെൻറ്റ്. പുതിയ പുതിയ മെഷീനുകൾ കൊണ്ടുവന്നു, അതോടൊപ്പം തന്നെ എന്താണ് പുതിയ പുതിയ ഫാക്ടറികൾ കൊണ്ടുവന്നു. അതിലേക്ക് എന്ത് ചെയ്തു? വലിയ അളവിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ മൂലധനം നിക്ഷേപിച്ച ഒരു വിപ്ലവമായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ദോസ് ഹു ഇൻവെസ്റ്റഡ് ദി ക്യാപിറ്റൽ ബിക്കെയിം ദി ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ ആരാണോ ഇവിടെ ക്യാപിറ്റൽ നിക്ഷേപിച്ചത് അവരാരായിട്ട് മാറപ്പെട്ടു? ക്യാപിറ്റലിസ്റ്റുകളായി മാറപ്പെടുന്നു. ദോസ് ഹു വർക്ക് ഇൻ ഫാക്ടറീസ് ബിക്കെയിം ദി ലേബറേഴ്സ്. അപ്പോൾ തൊഴിൽശാലകളിൽ പണിയെടുത്തിരുന്ന ആളുകൾ എന്ത് ചെയ്തു? തൊഴിലാളികളായി മാറി. ദെൻ ഫ്രം ഇംഗ്ലണ്ട് ഇറ്റ് ഈസ് സ്പ്രെഡ് ടു ആൾ അതർ പാർട്സ് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ ഇംഗ്ലണ്ടിൽ നിന്നും എന്ത് ചെയ്തു? ലോകത്തിൻ്റെ മറ്റ് മേഖലകളിലേക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഈ വിപ്ലവം വ്യാപിക്കാനായിട്ട് കഴിഞ്ഞു. കോസസ് കാണണം, എന്ത് കാരണം കൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ത് ചെയ്തത്? ഉണ്ടായത്. സോ മെനി കോസസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ധാരാളം കാരണങ്ങൾ എന്തിന് കാരണമായി? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമായി. ഒന്നാമത്തേന്ന് പറയുന്നത് ദ കൊമേഴ്സ്യൽ റവല്യൂഷൻ വിച്ച് ടുക്ക് പ്ലേസ് ഇൻ ഇംഗ്ലണ്ട് ഇൻ ദ 15th, 16th, 17th സെഞ്ച്വറീസ് വാസ് ഗ്രേറ്റ്ലി റെസ്പോൺസിബിൾ. അതായത് 15, 16, 17 നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിലുണ്ടായ വാണിജ്യപരമായ വിപ്ലവം, കൊമേഴ്സ്യൽ റവല്യൂഷനാണ് ഇതിന് കാരണമായത്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമായത് ദ ഇംഗ്ലീഷ് പീപ്പിൾ വേ റിച്ച്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആളുകളെന്ന് പറയുന്നത് വളരെയധികം സമ്പന്നരായിട്ടുള്ള ആളുകളായിരുന്നു. ദസ് ദ എറൈസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഓഫ് ബാങ്കേഴ്സ്, ബിസിനസ്മെൻ ആൻഡ് മാനുഫാക്ചേഴ്സ്. അപ്പോൾ എന്തിന് കാരണമാകുന്നു? ഈ ഇംഗ്ലണ്ടിലെ ആളുകളെന്ന് പറയുന്നത് വളരെ സമ്പന്നരായിരുന്നത് കൊണ്ട് അവർക്കിടയിൽ ബാങ്കേഴ്സ്, ബിസിനസ്മെൻ, മാനുഫാക്ചേഴ്സ് ഇങ്ങനെയുള്ള പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു? എമർജ് ചെയ്യുന്നു. ദേ വെയർ ഇൻ സെർച്ച് ഓഫ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻവെസ്റ്റ് ദെയർ വെൽത്ത്. അവരെന്ത് ചെയ്തു?
അവരുടെ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി, അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പല മേഖലകളിലേക്ക് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, കടന്നു ചെല്ലാനായിട്ട് തുടങ്ങി. അപ്പോൾ അതെന്തിന് കാരണമാകുന്നു? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമാകും. ശരിക്കും പറഞ്ഞാൽ 15, 16, 17 നൂറ്റാണ്ടുകളിലുണ്ടായ കൊമേഴ്സ്യലായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് ഇതിന് വഴിതെളിച്ചത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമായി. ദെൻ സെക്കൻഡ് വൺ, another important cause was the increase in demand for industrial products. മറ്റൊരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്യും. കാരണം കൂടുതൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് എന്ത് ചെയ്തു, വേണമെന്നൊരു ആവശ്യം എന്ത് ചെയ്തു ഇവിടെ ഉണ്ടാകുന്നു. ദിസ് വാസ് മെയിൻലി ബിക്കോസ് ഓഫ് ദി അൺപ്രസിഡൻറ്റഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അറ്റ് ദിസ് പീരീഡ്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പ്രവചനാതീതമായിട്ടുള്ള അളവിൽ എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിലെ ജനസംഖ്യ വർദ്ധിച്ചു വന്നതാണ് എന്താ, ഈ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിൻ്റെ ആവശ്യം എന്തിന് കൂടുന്നതിന് കാരണമായത്. മോറോവർ there were abundant supply of raw materials in the British colonies. അപ്പോൾ അതുമാത്രമല്ല എന്ത് ചെയ്തു, ബ്രിട്ടൻ്റെ കോളനികളിൽ നിന്നും, ഇന്ത്യ പോലെയുള്ള ബ്രിട്ടൻ്റെ കോളനികളിൽ നിന്നും ധാരാളം എന്താ അസംസ്കൃത പദാർത്ഥങ്ങളും എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിലേക്ക് എത്താൻ തുടങ്ങി. സോ ദിസ് ലെഡ് ടു ദ റവല്യൂഷൻ ഓഫ് ന്യൂ മെത്തേഡ്സ്. അത് ഒന്ന് വെച്ചിട്ട് ഈ പിന്നെ ഇന്ത്യയിൽ കോളനി ആഴ്ച തുടങ്ങുന്ന ഏത് വർഷം? 1600 മുതൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പോകുന്നുണ്ടല്ലോ. ആ സമയത്ത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, 1700കളിലേക്ക് ആകുമ്പോൾ എന്താ പിന്നെ ഇവിടുന്ന് ശരിക്കുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്നു. പക്ഷെ നമ്മൾ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെയും വർഷം കാത്തിരിക്കേണ്ടി വന്നു. 1857 നമ്മൾ എന്ത് ചെയ്തത്, നമ്മളൊരു വരുവായി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷമാണ് എന്ത് ചെയ്തത് കാരണമായത്, ഇത് നമ്മൾ പ്രതികരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഈ അബണ്ടന്റ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസും ബ്രിട്ടീഷ് കോളനികളിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് വരാൻ തുടങ്ങിയത് ദിസ് ലെഡ് ടു ദി ഇൻവെൻഷൻ ഓഫ് ന്യൂ മെത്തേഡ്സ്. പുതിയ രീതികൾ എന്ത് ചെയ്യുന്നു, ഇവരെ കണ്ടെത്തുന്നതിന് പ്രേരിപ്പിക്കുന്നു. ദെൻ അടുത്ത കാരണം, അനദർ കോസ് ഓഫ് റവല്യൂഷൻ വാസ് ദ റിമൂവൽ ഓഫ് ആൾ റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. വ്യാവസായിക വാണിജ്യ മേഖലയിൽ ഉണ്ടായിരുന്ന എല്ലാ വിലക്കുകളും നീക്കി. അതും എന്തിന് കാരണമാകുന്നു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ദസ് ദ കണ്ടീഷൻ ഇൻ ഇംഗ്ലണ്ട് വെയർ ഫേവറബിൾ ഫോർ റവല്യൂഷൻ. അപ്പോൾ ഈ എല്ലാം വാണിജ്യപരമായിട്ട്, അതായത് ഏത് രാജ്യത്ത് നിന്നും എവിടേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, വാണിജ്യങ്ങൾ അല്ലെങ്കിൽ വ്യവസായങ്ങൾ നടത്തുവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നു, ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ അത് എന്ത് ചെയ്ത് പുതിയ രീതിയിലുള്ള റവല്യൂഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാണ്. ദെൻ അടുത്ത റീസൺ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ബ്രിട്ടൻ സഫേർഡ് ഫ്രം സ്കേഴ്സിറ്റി ഓഫ് ലേബറേഴ്സ്. ബ്രിട്ടൻ്റെ ടെക്സ്റ്റൈൽ മേഖലയിൽ എന്ത് ചെയ്തു, ഒരുപാട് തൊഴിലാളികളുടെ ലഭ്യത അല്ലെങ്കിൽ എന്താ തൊഴിലാളികൾ ലഭിക്കാത്തൊരു സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ആസ് ദ പ്രോവർബ് ഗോസ്, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. നമ്മൾ കേട്ടുള്ള പ്രോവർബാണ് എന്താണ്, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അതായത് ആവശ്യമെന്ന് പറയുന്നത് സൃഷ്ടിയുടെ മാതാവാണ് എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചപ്പാടിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് ഓഫ് ബ്രിട്ടൻ ഈസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ആ കാലഘട്ടത്തിലെ ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക മേഖല എന്ന് പറയുന്നത് എന്തായിരുന്നു, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി ആയിരുന്നു. ദിസ് ഇൻഡസ്ട്രി സഫേർഡ് സ്കേഴ്സിറ്റി ഓഫ് ലേബേഴ്സ്. നേരത്തെ പറഞ്ഞതാണ് അവിടെ എന്താ തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് ഉണ്ടാകുന്നു. ബട്ട് അറ്റ് ദി സെയിം ടൈം ദ ഡിമാൻഡ് ഫോർ കോട്ടൺ ഈസ് ഇൻക്രീസ്ഡ്. അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു, കോട്ടൻ്റെ ആവശ്യം എന്ത് ചെയ്തു, വർദ്ധിച്ചു വരുന്നു. നിങ്ങളുടെ കാര്യം പറയുന്നത്. Thus the new machines to be invented to produce more cotton. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നു, കൂടുതൽ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പുതിയ മെഷീനുകൾ എന്ത് ചെയ്യേണ്ടി വന്നു, കണ്ടെത്തേണ്ടതായിട്ട് വന്നു. ദിസ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻസ്. ഇതെന്തിന് കാരണമായി, പുതിയ മെഷീനുകൾ അല്ലെങ്കിൽ മെഷീനറീസ് എന്ത് ചെയ്യുന്നതിന് കണ്ടുപിടിക്കുന്നതിന് കാരണമാകുന്നു. ദസ് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടു പ്ലേസ്. അങ്ങനെ എന്ത് സംഭവിച്ചു, വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നു. ഇതിനടുത്തത്, ദ റോ മെറ്റീരിയൽ ഫോർ ദ മാനുഫാക്ചർ ഓഫ് മെഷീൻ ഈസ് അയൺ. അപ്പം ഈ മെഷീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അസംസ്കൃത പദാർത്ഥം എന്ന് പറയുന്നത് ഇരുമ്പായിരുന്നു. ദ മെറ്റീരിയൽ യൂസ്ഡ് ആസ് ഫ്യൂവൽ ഫോർ സ്മെൽറ്റിംഗ് അയൺ വാസ് കാർക്കോൾ. ഈ അയൺ എന്ത് ചെയ്യുന്നതിന് വേണ്ടി, ഒരുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർക്കോൾ, കൽക്കരി ആയിരുന്നു. അത് ചാർക്കോൾ എന്ന് പറയും. അപ്പോൾ ചാർക്കോൾ അല്ലെങ്കിൽ കാർക്കോൾ ആയിരുന്നു എന്താണ് ഉപയോഗിച്ചിരുന്നത്. ബട്ട് ബൈ ദ മിഡിൽ ഓഫ് ദി 18th century
there arise great scarcity for charcoal because of the forest of England had been exhausted. പക്ഷേ 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി ആയപ്പോൾ എന്ത് ചെയ്തു, ഈ കാർക്കോളിൻ്റെ ലഭ്യതയിൽ ഒരു സ്കേഴ്സിറ്റി അനുഭവപ്പെടുന്നു. കാരണം എന്ത് ചെയ്യേണ്ടി വന്നു, ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന വനങ്ങളെല്ലാം എന്ത് ചെയ്തു, ഒരു വെട്ടി നശിപ്പിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് കാർക്കോളിൻ്റെ ലഭ്യത എന്ത് ചെയ്ത് കുറഞ്ഞു. ദിസ് സീരിയസ്ലി അഫക്റ്റഡ് ദ അയൺ ഇൻഡസ്ട്രി. അത് ആരെ ബാധിച്ചു? അയൺ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നു. ഹെൻസ് ന്യൂ മെത്തേഡ് ഓഫ് മൈനിങ് ആൻഡ് സ്മെൽറ്റിംഗ് അയൺ ഹാഡ് ടു ബി ഇൻവെൻറ്റഡ്. അതുകൊണ്ട് എന്ത് ചെയ്തു, പുതിയ രീതിയിലുള്ള മൈനിങ് സമ്പ്രദായങ്ങളും പുതിയ രീതിയിൽ ഇരുമ്പെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അവരെന്ത് ചെയ്തു, കണ്ടെത്താനുള്ള ശ്രമം നടത്തി. അതിന് കാരണമാകുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണം. ഇതിനടുത്തത് മെക്കൻഡലിസ്റ്റ് പോളിസി വാസ് ഡിസൈൻഡ് ടു ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാനുഫാക്ചേർഡ് ഗുഡ്സ് അവൈലബിൾ ഫ്രീ എക്സ്പോർട്ട്. അതായത് മെക്കൻഡലിസ്റ്റ് പോളിസി, അത് പെട്ടെന്ന് എന്ത് ചെയ്ത് കൊണ്ടുവന്ന അവരുടെ ഒരു പുതിയ വ്യവസായ നയമായിരുന്നു എന്ന് പറയാം മെക്കൻഡലിസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. ഈ മെക്കൻഡലിസ്റ്റ് പോളിസി വന്നതോടുകൂടി എന്ത് ചെയ്തു, അതായത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി എന്ത് ചെയ്യുക, കൂട്ടുക. അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ മെക്കൻഡലിസ്റ്റ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉൽപ്പാദനങ്ങളുടെ ക്വാളിറ്റി കൂട്ടിയത് മൂലം എന്ത് ചെയ്യാൻ കഴിഞ്ഞവർക്ക് കൂടുതൽ പ്രോഡക്റ്റുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. അത് എന്തിന് കാരണമാകുന്നു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അടുത്ത ഫീച്ചേഴ്സാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഫീച്ചേഴ്സ്. So one of the most important feature of industrial revolution was the invention of machine. അപ്പം മെഷീനുകളുടെ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തമായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് റിസൾട്ട് ഒന്നാണ് അല്ല, റിസൾട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്. ഫീച്ചേഴ്സ് മീൻസ് അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിച്ചത് നോക്കുന്നത്. അതിൻ്റെ കോഴ്സ് നമ്മൾ നേരത്തെ കോഴ്സ് പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞാൽ ഫീച്ചേഴ്സ്. So there were a number of inventions during this period. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ 18-ാം നൂറ്റാണ്ട് രണ്ടാം പകുതിയിലൂടെ എന്ത് ചെയ്തു, പുതുതായിട്ട് ധാരാളം യന്ത്രങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കണ്ടുപിടിക്കാൻ തുടങ്ങി. These inventions took place primarily in two group of industries. പ്രധാനമായിട്ടും ഈ കണ്ടെത്തലുണ്ടായത് പ്രധാനമായിട്ടും രണ്ട് മേഖലയിലായിരുന്നു. ഒന്ന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആൻഡ് മെറ്റൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയിലും അതുപോലെ തന്നെ മെറ്റൽ ഇൻഡസ്ട്രീസിലുമായിരുന്നു എന്താ ഏറ്റവും അധികം മാറ്റം എന്ത് ചെയ്തത്, അല്ലെങ്കിൽ ഇൻവെൻഷൻസ് എന്ത് ചെയ്തത് ഉണ്ടാവുക ചെയ്തത്. എമംഗ് ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ദ കോട്ടൺ ഇൻഡസ്ട്രി വാസ് ഫസ്റ്റ് ടു ബി മെക്കനൈസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻവെൻഷൻസ്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ കോട്ടൺ ഇൻഡസ്ട്രീസിലായിരുന്നു എന്താണ് ആദ്യത്തെ ഒരു മെക്കനൈസ്ഡ് അല്ലെങ്കിൽ ഒരു യന്ത്രവൽകൃത വ്യവസായം ആരംഭിച്ചത് കോട്ടൺ ഇൻഡസ്ട്രീസിലായിരുന്നു. അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഇൻ 1733 ജോൺ കീ ഇൻവെൻറ്റഡ് ഫ്ലൈയിങ് ഷട്ടിൽ. 1733 എന്ത് ചെയ്തു, ജോൺ കീ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് കണ്ടുപിടിച്ചു, ഫ്ലൈയിങ് ഷട്ടിൽ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഇറ്റ് എനേബിൾഡ് ദ വീവിംഗ് ഓഫ് ക്ലോത്ത് ബൈ വൺ മാൻ. ഒരു മനുഷ്യന് ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, ഈ മെഷീൻ്റെ സഹായത്തോടു കൂടി ആ ക്ലോത്ത് വീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, കഴിയുക ചെയ്തു. To feed this machine, a large quantity of yarn was required. അപ്പോൾ ഈ ഒരു മെഷീനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ എന്താണ്, വലിയ അളവിൽ എന്ത് ആവശ്യമായിട്ട് വന്നു, നൂല് ആവശ്യമായിട്ട് വരികയുണ്ടാകുന്നു. ദിസ് എൻകറേജ്ഡ് ദ ഇൻവെൻഷൻ ഓഫ് എ ന്യൂ സ്പിന്നിങ് മെഷീൻ. അതെന്തിനെ പ്രോത്സാഹിപ്പിച്ചു, പുതിയ ഒരു നെയ്ത്ത് യന്ത്രം, ഒരു സ്പിന്നിങ് മെഷീൻ എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് in 1767 ജെയിംസ് ഹാർഗ്രീവ്സ് ഇൻവെൻറ്റഡ് ദ സ്പിന്നിങ് ജെന്നി. 1767 ജെയിംസ് ഹാർഗ്രീവ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്താ സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്ന ഒരു ഉപകരണം എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ബട്ട് ഇറ്റ് ഹാഡ് സർട്ടൺ ഡിഫക്ട്സ്. അതിന് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ദ ത്രെഡ്സ് വെയർ നോട്ട് സ്ട്രോങ് ആൻഡ് തിൻ. അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നൂല് എന്താ സ്ട്രോങ്ങും അല്ലായിരുന്നു, കനം കുറഞ്ഞതും അല്ലായിരുന്നു. സോ അതിൻ്റെ ഫലമായിട്ട് ഇൻ 1769 റിച്ചാർഡ് ആർക്രൈറ്റ് ഇൻവെൻറ്റഡ് അനദർ മെഷീൻ കാൾഡ് വാട്ടർ ഫ്രെയിം.
1769 റിച്ചാർഡ് ആർക്രൈറ്റ് എന്ത് ചെയ്തു? വാട്ടർ ഫ്രെയിം എന്ന് പറയുന്ന മറ്റൊരു ഉപകരണം എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ദിസ് മെഷീൻ വർക്ക്ഡ് വിത്ത് വാട്ടർ പവർ. ഇത് പ്രവർത്തിച്ചത് ജലത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ജലശക്തി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു എന്ത് ചെയ്യുന്നത്? ഈ വാട്ടർ പവർ എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുക ചെയ്യുന്നത്. സോ ദ ത്രെഡ് വെയർ സ്ട്രോങ് ആൾസോ. അതുമാത്രമല്ല, ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നൂല് എന്ത് ചെയ്യുന്നത്? വളരെ കട്ടിയുള്ളതായിട്ട് മാറുകയും ചെയ്തു. Then in 1779, Samuel Crompton, another inventor, invented a new machine called the mule. അപ്പോൾ അതിനുശേഷം 1779 സാമുവൽ ക്രോംപ്റ്റൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? മറ്റൊരു ഉപകരണമായ മ്യൂൾ എന്ത് ചെയ്തു? കണ്ടുപിടിക്കുകയുണ്ടാകുന്നു. സോ ഇറ്റ് വാസ് ദ കമ്പൈൻഡ് ഫീച്ചർ ഓഫ് സ്പിന്നിങ് ജെന്നി ആൻഡ് വാട്ടർ ഫ്രെയിം. വാട്ടർ ഫ്രെയിമിൻ്റെയും സ്പിന്നിങ് ജെന്നിയുടെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടായിരുന്നു, അല്ലെങ്കിൽ കമ്പൈൻഡ് ഫീച്ചേഴ്സ് അതിനകത്തുണ്ടായിരുന്നു, ഈ മ്യൂളിനകത്ത് ഉണ്ടായിരുന്നു. ഇറ്റ് ആൾസോ വർക്ക് വിത്ത് വാട്ടർ പവർ. അതും പ്രോസസ് എങ്ങനെയായിരുന്നു? ജലത്തിൻ്റെ ശക്തിയോട് കൂട്ടാണ് എന്ത് ചെയ്ത് പ്രവർത്തിക്കുക ചെയ്തത്. സോ ദിസ് മെഷീൻ വാസ് വെരി ബിഗ് ആൻഡ് കുഡ് നോട്ട് കെപ്റ്റ് ഇൻ എ സ്മാൾ ഹൗസസ്. ഇങ്ങനെ കണ്ടുപിടിച്ച ഈ മ്യൂളെന്ന് പറയുന്ന ഉപകരണം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് എന്താ, വീടുകളിൽ ഈ മെഷീൻ എന്ത് ചെയ്യാൻ കഴിയാതെ വന്നു? ഉപയോഗിക്കാൻ കഴിയാതെ വരികയും സോ ബിഗ് ഇൻഡസ്ട്രിയൽ ഹൗസസ് ഓഫ് ഫാക്ടറീസ് വെയർ ബിൽറ്റ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? വലിയ വലിയ വ്യാവസായിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എന്താ ഫാക്ടറികൾ എന്ത് ചെയ്തു? നിർമ്മിക്കുക ചെയ്തു. വെൻ കാർട്രൈറ്റ്, എഡ്വേർഡ് കാർട്രൈറ്റ് ഇൻവെൻറ്റഡ് ദ പവർ ലൂം, ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ക്ലോത്ത് വാസ് മാനുഫാക്ചേർഡ് ടു മീറ്റ് ദി ഡിമാൻഡ്സ്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു? 1781 എഡ്വേർഡ് കാർട്രൈറ്റ് ദ പവർ ലൂം എന്ന് പറയുന്ന മറ്റൊരു ഉപകരണം എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ക്ലോത്ത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? മാനുഫാക്ചർ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നിറവേറ്റാനായിട്ട് കഴിഞ്ഞു. ദസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഇൻക്രീസ്ഡ് ഇൻ മെനി ടൈംസ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എഡ്വേർഡ് കാർട്രൈറ്റിൻ്റെ ഈ പവർ ലൂമിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു? ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസിലുള്ള ഉൽപ്പാദനം എന്ത് ചെയ്യാൻ തുടങ്ങി? 10 മടങ്ങ് വർദ്ധിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ പറഞ്ഞു, ആദ്യമായിട്ട് മാറ്റം ഉണ്ടാകുന്ന 2 മേഖലയിലായിരുന്നു. ഒന്ന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലും മറ്റൊന്ന് എന്താണ്? മെറ്റൽ ഇൻഡസ്ട്രീസിലുമായിരുന്നു. അതിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് മെറ്റൽ ഇൻഡസ്ട്രീസിലും ആയിരുന്നു. അതിൽ കോട്ടൺ ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലെ കോട്ടൺ ഇൻഡസ്ട്രീസിലാണ് എന്ത് ചെയ്യുന്നത്? കുറേ ഡെവലപ്മെൻറ്റ്സ് എന്ത് ചെയ്തു? ഉണ്ടാകുന്നു. ഫ്ലൈയിങ് ഷട്ടിൽ, സ്പിന്നിങ് ജെന്നി, അതുപോലെ തന്നെ എന്താണ്? വാട്ടർ ഫ്രെയിം, മ്യൂൾ, അതിനുശേഷം ലാസ്റ്റ് പവർ ലൂം, ഇങ്ങനെ തുടങ്ങിയ പുതിയ പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ത് ചെയ്തു? കോട്ടൺ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസിലേക്ക് കണ്ടുപിടിക്കപ്പെട്ടു. ഇനി ദി ഇൻവെൻഷൻ ഓഫ് മെഷീൻ necessitated the invention of new power to turn these machines. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ മെഷീനുകൾ കണ്ടുപിടിച്ചപ്പോൾ ആ മെഷീൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ പവർ സെക്ടേഴ്സും എന്ത് ചെയ്യേണ്ടി വന്നു? കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നതാണ്. ഇത് പ്രവർത്തിക്കണമെങ്കിൽ പുതിയ എന്താ? പവർ ഊർജം എന്ത് ചെയ്യണം വേണ്ടി വന്നു. സോ ഹ്യൂമൻ ഹാൻഡ് ഹാഡ് ആൾറെഡി ഗിവൺ പ്ലേസ് ടു വാട്ടർ പവർ. അവിടെ മനുഷ്യൻ്റെ കൈകൾ എങ്ങോട്ട്? നേരത്തെ പറഞ്ഞ് ഈ കണ്ടുപിടിച്ച പല ഉപകരണങ്ങളും പ്രവർത്തിച്ചത് എങ്ങനെയാണ്? വാട്ടർ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? പ്രവർത്തിച്ചത്. ദി ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എഞ്ചിൻ ബ്രോട്ട് എബൌട്ട് എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ ദിസ് ഫീൽഡ്. ഈ മേഖലയിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് ആ സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തമാണ്. ജെയിംസ് വാട്ട് ഇൻവെൻറ്റഡ് സ്റ്റീം എഞ്ചിൻ. ആവി യന്ത്രം എന്ത് ചെയ്യുന്നു? ജെയിംസ് വാട്ട് എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. ദിസ് എഞ്ചിൻ ബിഗാൻ ടു ബി യൂസ്ഡ് പമ്പ് വാട്ടർ ആൻഡ് ആൾസോ ഡ്രൈവ് വെഹിക്കിൾസ്. വാഹനങ്ങൾ ഓടിക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ്? വാട്ടർ പമ്പ് ചെയ്യുന്നതിനുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ജെയിംസ് വാട്ട് കണ്ടുപിടിച്ച സ്റ്റീം എഞ്ചിൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇൻ കോഴ്സ് ഓഫ് ടൈം സ്റ്റീം എഞ്ചിൻ വാസ് റീപ്ലേസ്ഡ് ബൈ പെട്രോൾ ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ആദ്യം എന്താ? വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീരാവിയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു? ഈ ഉപകരണം പ്രവർത്തിച്ചു. അതിനുശേഷം നീരാവിക്ക് പകരം എന്ത് ചെയ്യുവാൻ? പെട്രോളും
ഡീസൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഉപകരണം പ്രവർത്തിപ്പിക്കാനായിട്ട് തുടങ്ങി. So when steam power began to use on a large scale in the factories, the demand for coal also increased. ഈ സ്റ്റീം എഞ്ചിൻ ഫാക്ടറികളിൽ വലിയധികം ഡിമാൻഡുകൾ എന്ത് ചെയ്തു ഉണ്ടാക്കിയപ്പോഴത്തേന് കോളിൻ്റെ ഡിമാൻഡും എന്ത് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കൽക്കരിയുടെ ഡിമാൻഡും എന്ത് ചെയ്യാൻ തുടങ്ങി, വർദ്ധിക്കാനായിട്ട് തുടങ്ങി. സോ കോൾ മൈനിങ് ഡെവലപ്ഡ് ഓൺ എ ലാർജ് സ്കെയിൽ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണ്, ഈ കൽക്കരി ഖനനം എന്ന് പറയുന്ന പുതിയൊരു മേഖലയും ഇവിടെ എന്ത് ചെയ്തു, എമർജ് ചെയ്തു വരികയുണ്ടായി. ദി ഇൻവെൻഷൻ ഓഫ് മെഷീൻസ് ആൾസോ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ അയൺ. അപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോൾ എന്താണ്, അയണിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവിടെ കൂടാൻ തുടങ്ങി. അയൺ ഇൻഡസ്ട്രി ആൾസോ ബിക്കാൻ ഡെവലപ്പ് ഓൺ എ ലാർജ് സ്കെയിൽ. വലിയ അളവിൽ തന്നെ എന്ത് ചെയ്തു, ഇരുമ്പ് ഉൽപ്പാദന മേഖലയിലും ഇരുമ്പ് വ്യവസായങ്ങൾക്ക് എന്ത് ചെയ്തു, വലിയൊരു പുരോഗതി ഈ കാലഘട്ടത്തിലൂടെ എന്ത് ചെയ്യുന്നു, ഉണ്ടാവും. പ്ലസ് 3 ഇൻഡസ്ട്രീസ് ഡെവലപ്ഡ് സൈഡ് ബൈ സൈഡ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ, 3 പ്രധാനപ്പെട്ട വ്യവസായ മേഖലകളാണ് എവിടെ ഉണ്ടായത്, ഇംഗ്ലണ്ടിൽ എമർജ് ചെയ്ത് വന്നത്. അതിലൊന്നാമത്തത് കോട്ടൺ, മറ്റൊന്ന് അയൺ, മറ്റൊന്നെന്താ കോൾ ഇൻഡസ്ട്രി. ഇങ്ങനെ 3 വ്യാവസായിക മേഖലകൾ എന്ത് ചെയ്തു, ഈ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. അതാണ് ഫസ്റ്റ് ഫീച്ചർ. ഇത്രയാണ് ഫസ്റ്റ് ഫീച്ചർ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ സംഭവം. ഇനി the second important feature of industrial revolution was the development in the field of transport. ഇപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത, വ്യവസായ വിപ്ലവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ, ഗതാഗത വാർത്താവിനിമയ മേഖലയിൽ എന്ത് ചെയ്തു, പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. മെനി റോഡ്സ് ആൻഡ് കനാൽസ് വെയർ ബിൽഡ് ടു ടേക്ക് റോ മെറ്റീരിയൽസ്, കോൾ ആൻഡ് ഫിനിഷ്ഡ് ആർട്ടിക്കിൾസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതായത് കൽക്കരിയും മറ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ അസംസ്കൃത പദാർത്ഥങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ധാരാളം റോഡുകളും കനാലുകളും എന്ത് ചെയ്തു, ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. സോ there lived 3 great road engineers in England in the 18th century. ഇപ്പോൾ 12ാം നൂറ്റാണ്ട് ഇംഗ്ലണ്ടിൽ പ്രധാനമായിട്ടും 3 മഹാന്മാരായ റോഡ് എഞ്ചിനീയർമാർ എന്ത് ചെയ്തു, ജീവിച്ചിരുന്നു. അവരെന്ന് പറയുന്നത് മെറ്റ്കാഫ്, ടെൽഫോർഡ് ആൻഡ് മക്കാഡം. സോ മെറ്റ്കാഫ്, ടെൽഫോർഡ്, മെക്കാഡം were these 3 engineers. They introduced new method of കൺസ്ട്രക്ടിങ് റോഡ്. ഈ 3 റോഡ് എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്തു, റോഡ് നിർമ്മാണത്തിന് വേണ്ടി പുതിയ പുതിയ മാർഗങ്ങൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഫലമായി in 1829 ജോർജ് സ്റ്റീഫൻസൺ ഇൻവെൻറ്റഡ് എ സ്റ്റീം ലോക്കോമോട്ടീവ് കാൾഡ് റോക്കറ്റ്. 1829 ജോർജ് സ്റ്റീഫൻസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു, സ്റ്റീം ലോക്കോമോട്ടീവ് എന്ന് പറയുന്ന ഒരു ഉപകരണം, ഒരു സ്റ്റീം ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചു. അതിൻ്റെ പേര് റോക്കറ്റ് എന്നായിരുന്നു. സോ വിത്ത് ദിസ് സിസ്റ്റം ബിഗാൻ ദ സിസ്റ്റം ഓഫ് റെയിൽവേസ്. ഇതിൻ്റെ ആവിർഭാവത്തോടു കൂടി എന്ത് ചെയ്യുന്നു, സിസ്റ്റം ഓഫ് റെയിൽവേ അല്ലെങ്കിൽ റെയിൽവേ സമ്പ്രദായം എവിടെ ആരംഭിക്കുന്നു, ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്നു. സോ ജോർജ് സ്റ്റീഫൻസൺ ഈസ് കാൾഡ് ഫാദർ ഓഫ് റെയിൽവേ ലോക്കോമോട്ടീവ്സ്. റെയിൽവേ ലോക്കോമോട്ടീവുകളുടെ പിതാവ് എന്നാരറിയപ്പെടുന്ന ചരിത്രത്തിൽ ജോർജ് സ്റ്റീഫൻസൺ അറിയപ്പെടുന്നു. കാരണം 1829 അദ്ദേഹം എന്ത് കണ്ടുപിടിച്ച്, റോക്കറ്റ് എന്ന പേരിൽ സ്റ്റീം ലോക്കോമോട്ടീവ് കണ്ടുപിടിക്കുകയുണ്ടായി. ഈ ലോക്കോമോട്ടീവാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്, റെയിൽവേ സിസ്റ്റത്തിന് വേണ്ടി എന്ത് ചെയ്തത്, ഉപയോഗിച്ചത്. അതുകൊണ്ട് നമുക്ക് ജോർജ് സ്റ്റീഫൻസനെ റെയിൽവേ ലോക്കോമോട്ടീവുകളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്നു. സ്റ്റീഫൻസൺ ആണോ, സ്റ്റീഫൻസൺ? സ്റ്റീഫൻസൺ. So this was an important milestone in the sphere of transport. അപ്പോൾ ഗതാഗത മേഖലയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു ഏത്, ഈ ജോർജ് സ്റ്റീഫൻസണിൻ്റെ റോക്കറ്റ് എന്ന് പറയുന്ന സ്റ്റീം ലോക്കോമോട്ടീവിൻ്റെ കണ്ടുപിടുത്തം. ഇനി ഗ്രേറ്റ് ചേഞ്ചസ് ടു പ്ലേസ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ആൾസോ. ഇനി വാർത്താവിനിമയ മേഖലയിൽ എന്ത് ചെയ്തു, ഒരുപാട് മാറ്റം ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. അതിന് ഉദാഹരണം in 1789 an efficient
In 1789, an efficient mail service functioned in England. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു തപാൽ സമ്പ്രദായം എവിടെ ഉണ്ടായിരുന്നു? 1789 മുതൽ എവിടെ ഉണ്ടായിരുന്നു? ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. With the invention of telegraph by Graham Bell, communication became very easy. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രഹാം ബെൽ എന്ത് കണ്ടുപിടിക്കുന്നത്? ടെലിഗ്രാഫ് എന്ന് പറയുന്ന സമ്പ്രദായം എന്ത് ചെയ്തു? കണ്ടുപിടിച്ച് അതിൻ്റെ ഫലമായിട്ട് എന്താ ആശയവിനിമയം വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. ഇറ്റ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ എപ്പോക്ക് in the development in the means of communication. വാർത്താവിനിമയ മേഖലയിലുണ്ടായ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവ് ആയിരുന്നു എന്ന് പറയുന്നത് ഈ ഗ്രഹാം ബെല്ലിൻ്റെ എന്തിൻ്റെ കണ്ടുപിടുത്തം? ടെലഗ്രാഫിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. Then in 1820, Ampere, a French physicist, found out the electromagnetism for sending messages by wire between distant points. 1820 ആംപെയർ എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിസിസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു? ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പുതിയ കണ്ടുപിടുത്തം, അതായത് വയറുകൾ വഴി വയറുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? വയറുകൾ വഴി എന്ത് ചെയ്യാൻ? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആശയവിനിമയം നടത്തുവാനുള്ളൊരു ഉപകരണം ആര് കണ്ടുപിടിക്കുന്നു? ആംപെയർ എന്ത് ചെയ്തു? കണ്ടുപിടിക്കുകയും ചെയ്തു. ടെലിഗ്രാഫിക് എക്യുപ്മെൻറ്റ്സ് വെയർ വൈഡ്ലി ഇൻസ്റ്റാൾഡ് ആഫ്റ്റർ 1845. 1845 ശേഷം എന്ത് ചെയ്തു? പുതിയ രീതിയിലുള്ള ടെലിഗ്രാഫിക് ഉപകരണങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങുന്നു. By the close of 19th century, all important commercial centers in the world had telegraphic communication. ഏകദേശം 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി എന്ത് ചെയ്തു? ലോകത്തിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഈ ടെലിഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ വഴി എന്ത് ചെയ്യാൻ തുടങ്ങി? ബന്ധപ്പെടാനായിട്ട് തുടങ്ങി. In 1896, മാർക്കോണി, an Italian, invented wireless. 1896 എന്ത് ചെയ്തു? മാർക്കോണി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ എന്ത് കണ്ടുപിടിച്ചു? വയർലെസ് കണ്ടുപിടിക്കുന്നു. In 1897, the revolution in communication brought the people living in remote In 1897, the revolution in communication brought the people living in remote corners nearer. 1897 മുതൽ ഈ വാർത്താവിനിമയ രംഗത്തുണ്ടായിട്ടുള്ള വിപ്ലവങ്ങൾ എന്ത് ചെയ്യുവാൻ? ഈ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും താമസിക്കുന്ന ആളുകളെ തമ്മിൽ എന്ത് ചെയ്യുവാൻ? പരസ്പരം ബന്ധിപ്പിക്കുവാനും അവരെ പരസ്പരം അടുപ്പിക്കുവാനും എന്ത് സഹായിച്ചു? ഈ വിപ്ലവങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കണ്ടുപിടുത്തം, ഈ പുതിയ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിൻ്റെ കണ്ടുപിടുത്തം എന്ത് ചെയ്തു? സഹായിക്കുക ചെയ്തു. ഇനി the third important feature of Industrial Revolution was the rise of factory system. ഈ മൂന്നാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫാക്ടറി സമ്പ്രദായത്തിൻ്റെ വളർച്ചയായിരുന്നു. The coming of machines naturally led to the rise of factory system. പുതിയ പുതിയ മെഷീനുകളുടെ ഉൽപ്പാദനം എന്തിന് കാരണമാകുന്നു? ഇവിടെ ഫാക്ടറി സമ്പ്രദായം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. The new machines were bulky and expensive. ഇങ്ങനെ പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഈ ഉപകരണങ്ങളെന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു, അതോടൊപ്പം വളരെ ചിലവേറിയതുമായിരുന്നു. They would not be installed in private houses. ഒരിക്കലും എന്ത് ചെയ്യുവാൻ? സ്വകാര്യ വീടുകളിൽ ഒരിക്കലും ഈ ഉപകരണങ്ങൾ എന്ത് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു? ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. This aroused the necessity for establishing factory employees. Large number of workers managed by capitalism. അപ്പോൾ ഇതെന്തിന് കാരണമാകുന്നു? പുതിയ രീതിയിലുള്ള ഫാക്ടറികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും അതുവഴി എന്താ ഫാക്ടറി എംപ്ലോയീസ് അല്ലെങ്കിൽ ഫാക്ടറി എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുവാനും അതുപോലെ എന്താണ് ഒരുപാട് തൊഴിലാളികൾക്ക് എന്താ ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? തൊഴിൽ മേഖലയിൽ ഏർപ്പെടുവാൻ ഇത് സഹായിച്ചു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സഹായിച്ചു. മൂന്നാമത്തെ പാർട്ട് റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ റിസൾട്ടാണ്. സോ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പ്രൊഡ്യൂസ്ഡ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്. ഇപ്പോൾ ഒരു വളരെ എന്താണ് എഫക്റ്റീവായ രീതിയിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു വിപ്ലവമായിരുന്നു ഏതാ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ദ ഇമ്മീഡിയറ്റ് റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വാസ് ദാറ്റ് ഇംഗ്ലണ്ട് ബിക്കെയിം എ ലീഡിംഗ് ഇൻഡസ്ട്രിയൽ നേഷൻ ഓഫ് ദ വേൾഡ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത്
ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാവസായിക രാജ്യമായിട്ട് ആരും വളർന്നു? ഇംഗ്ലണ്ട്. അമേരിക്കയെക്കാളും മുന്നേ ലോകത്തിലെ ആദ്യത്തെ ഒരു വ്യാവസായിക രാജ്യമായിട്ട് ആർക്ക് മാറാൻ കഴിഞ്ഞു? ഇംഗ്ലണ്ടിന് മാറാനായിട്ട് കഴിഞ്ഞു. ബിഗ് ഫാക്ടറീസ് വെയർ സെറ്റപ്പ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു? വലിയ വലിയ ഫാക്ടറികൾ അവർ സ്ഥാപിച്ചു. In these factories, thousands of workers worked using new techniques. Large scale production of goods began. അപ്പോൾ ഈ വ്യാവസായിക സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്തു? ആയിരക്കണക്കിന് തൊഴിലാളികൾ വർക്ക് ചെയ്യുകയും അവരെന്ത് ചെയ്തു? പുതിയ പുതിയ ടെക്നിക്കുകൾ ഉപയോഗിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? വളരെ വലിയ അളവിൽ എന്ത് ചെയ്തു? ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഇംഗ്ലണ്ടിൽ കഴിയുകയുണ്ടായി. ദസ് ഇംഗ്ലണ്ട് ബിക്കെയിം വർക്ക്ഷോപ്പ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ വർക്ക്ഷോപ്പായിട്ട് മാറാൻ ആർക്ക് കഴിഞ്ഞു? ഇംഗ്ലണ്ടിൽ കഴിയുകയുണ്ടായി. പ്രൊഡ്യൂസിങ് ആർട്ടിക്കിൾസ് ഫോർ ദി ഹോൾ വേൾഡ്. ഗ്രേറ്റ് എക്കണോമിക് പ്രോഗ്രസ് വാസ് അച്ചീവ്ഡ് ബൈ ഇംഗ്ലണ്ട്. അപ്പോൾ ലോകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുക വഴി സാമ്പത്തികപരമായ ഒരുപാട് പുരോഗതി എവിടെ വന്നു? ഇംഗ്ലണ്ടിൽ കടന്നു വരിക ചെയ്തു. ഇനി ബ്രിട്ടൻ ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധം എന്തോ? അതായത് ഇനി another important result of the industrial revolution was the creation of two new classes. രണ്ട് വ്യത്യസ്ത വർഗങ്ങളുടെ സൃഷ്ടിക്ക് കാരണമായി ഇത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അത് നമുക്കൊരു മൂന്നാമത്തെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യാം? പറയാം. അതായത് ദി ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ദ വർക്കിംഗ് ക്ലാസ്. ഇപ്പോൾ രണ്ട് ക്ലാസ്സുകൾ, രണ്ട് വർഗ്ഗങ്ങൾ, തൊഴിലാളി വർഗവും മുതലാളി വർഗവും എന്ന് പറയുന്ന രണ്ട് പുതിയ വർഗ്ഗങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായ വിപ്ലവമായിരുന്നു ഏതാ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ദ പീപ്പിൾ ഹു ഇൻവെസ്റ്റഡ് ലാർജ് ക്യാപിറ്റൽ ഫോർ ഫാക്ടറീസ് ആൻഡ് മൈൻസ് കെയിം ടു ബി കാൾഡ് ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ ഈ വ്യവസായശാലകളിലേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മൈനുകളിലേക്കും ധാരാളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപിച്ച ആളുകളെ എന്ന പേരിൽ ക്യാപിറ്റലിസ്റ്റ് അഥവാ മുതലാളികൾ എന്ന പേരിൽ those who worked for them became laborers. ഈ മുതലാളിമാർക്ക് വേണ്ടി എന്ത് ചെയ്ത തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ ഏത് പേരിൽ? ലേബേഴ്സ്, തൊഴിലാളികൾ എന്ന പേരിൽ എന്ത് ചെയ്തു? അറിയപ്പെടുകയുണ്ടായി. ആൻഡ് they came to be called as working class. അവർ എന്തെന്ന് വിളിച്ചു? വർക്കിംഗ് ക്ലാസ്, തൊഴിലാളി വർഗം എന്ന പേരിൽ എന്ത് ചെയ്തു? ഇവർ അറിയപ്പെടുകയുണ്ടാവുന്നു. ദി ക്യാപിറ്റലിസ്റ്റ് ട്രൈഡ് ടു എക്സ്പ്ലോയിറ്റ് ദ ലേബറേഴ്സ്. ഈ ക്യാപിറ്റലിസ്റ്റുകൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്തു? ഈ ലേബറേഴ്സിനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് ബിക്കം കോമൺ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ? ഈ തൊഴിലാളി മുതലാളി വർഗ്ഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷങ്ങൾ സർവ്വസാധാരണമായി എവിടെ വ്യാപിച്ചു? ഇംഗ്ലണ്ടിൽ വ്യാപിക്കുക ചെയ്യും. തൊഴിലാളി വർഗ്ഗ സർവാധിപത്യം എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ? ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോളറ്റേറിയറ്റ്. അതായത് പ്രോളറ്റേറിയൻ ക്ലാസ് അവരുടെ ഡിക്റ്റേറ്റർഷിപ്പ്, സർവാധിപത്യം. ഇനി ദി എക്കണോമിക് ഐഡിയാസ് ഓഫ് ദി പീരീഡ് ചേഞ്ച്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? സാമ്പത്തികപരമായിട്ടുള്ള ആശയങ്ങളിൽ ഒരുപാട് മാറ്റം ഉണ്ടാവുന്നു. മെക്കനിലിസം വാസ് ദ എക്കണോമിക് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇംഗ്ലണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മെക്കനിലിസത്തെ കുറിച്ച്. അതായത് ക്വാളിറ്റി പ്രോഡക്ട്സ് എന്ത് ചെയ്യുക? ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ആ ഒരു സിസ്റ്റം ആയിരുന്നു ഇംഗ്ലണ്ടിൽ. യന്ത്രവൽക്കരണത്തിന് എന്താ പറയുക? ഏതാ? മെക്കനൈസ്. അത് മെക്കനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി. ഇത് മെക്കനിലിസം. So this economic system was opposed by new capitalist middle class. അപ്പോൾ ഇങ്ങനെയുണ്ടായ ഈ മെക്കനിലിസം എന്ന് പറയുന്ന ആശയത്തെ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ക്യാപിറ്റലിസ്റ്റ് മിഡിൽ ക്ലാസ് എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു. They did not like the restrictions and regulations on trade and commerce. ട്രേഡിലും കൊമേഴ്സിലും ഏർപ്പെടുത്തിയിരുന്ന റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും ആർക്ക് ഇഷ്ടമല്ലായിരുന്നു? ഈ ക്യാപിറ്റലിസ്റ്റ് മിഡിൽ ക്ലാസ്സിന് ഇഷ്ടമല്ലായിരുന്നു. ദേ വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ലേസസ്ഫിയർ തിയറി ഓർ ലെറ്റ് തിങ്സ് അലോൺ. ലേസേഫിയറിസം എന്ന് പറയുന്ന ഒരു പുതിയ തിയറി എന്ത് ചെയ്യുവാൻ അവരെന്ത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ലേസേഫിയറിസം മീൻസ് ലെറ്റ് ദം ഫ്രീ, ലെറ്റ് ദ ഇൻഡിവിജ്വൽ ഫ്രീ. The state should not interfere with the activities of people. The only responsibility of the state is to protect the life, liberty and property of the people. ജനങ്ങളുടെ ജീവൻ, സ്വത്ത് എന്നിവയ്ക്ക്, സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ആവശ്യമായ സംരക്ഷണം മാത്രമേ ആര് കൊടുക്കാവൂ? സ്റ്റേറ്റ് കൊടുക്കാവൂ. അല്ലാതെ ജനങ്ങളുടെ യാതൊരു വിധമായ പ്രവർത്തനങ്ങളിലും എന്ത് ചെയ്യാൻ പാടില്ല? ഇടപെടാൻ പാടില്ല. അതുകൊണ്ടാണ് ആ വാക്ക് വന്നത് ലേസേ ഫെയറിസം. മീൻസ് ലെറ്റ്
ദം ഫ്രീ, ലെറ്റ് ദ ഇൻഡിവിജ്വൽ ഫ്രീ. അപ്പോൾ ആ ഒരു ലേസേ ഫെയർ എന്ന് പറയുന്ന തിയറി ഇവിടെ എന്ത് ചെയ്യുവാൻ കൊണ്ടുവരുവാൻ ആർക്ക് താല്പര്യം തോന്നി? ഈ ക്യാപിറ്റലിസ്റ്റ് മിഡിൽ ക്ലാസ്സിന് താല്പര്യം തോന്നുകയുണ്ടായി. Therefore, the government avoided the mercantilist policy and introduced laissez-faire theory. തൽഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ മെക്കാനിലിസം എന്ന് പറയുന്ന പോളിസി അവരെന്ത് ചെയ്ത് ഗവൺമെൻറ് ഇല്ലാതാക്കിക്കൊണ്ട് അതിന് പകരമായിട്ട് എന്താ ലേസസ് ഫെയർ തിയറി എവിടെ നടപ്പിലാക്കി? ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കുക ചെയ്തു. സാറേ, മെക്കാനിലിസം ആക്ച്വലി പിന്നെ ക്യാപിറ്റലിസ്റ്റ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ ആണ്. പക്ഷേ ഇവിടുത്തെ മിഡിൽ ക്ലാസ് എന്ത് ചെയ്യുന്നില്ല. കാരണം ക്യാപിറ്റലിസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്താണ്? മെക്കാനിലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അങ്ങനെ അവർ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവർക്ക് ലാഭം ഉണ്ടാവും, എക്സ്പെൻസ് കൂടും. അതിന് ഇവർ പ്രതീക്ഷിക്കുന്ന ഇത്രയും പിന്നെ എന്താ അവർക്ക് ലാഭം, അവർക്ക് പ്രോഫിറ്റ് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് മതി? കൺസെപ്റ്റ് അവർക്ക് ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് മതി. അതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്നും റാ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് വളരെ ഹ്യൂജ് എമൗണ്ടിൽ എന്ത് ചെയ്യുന്നത് ഇവിടെ വെക്കുന്നത് ചെയ്യുന്നത്. ഇന്ന് എന്തെങ്കിലും പ്രത്യേകത 1-ാം തീയതി വല്ലതാണോ? ഏപ്രിൽ 1. ഓക്കെ. ദ സോഷ്യൽ റിസൾട്ട് ഓഫ് റെവല്യൂഷൻ വെയർ ഓപ്രസീവ്. അപ്പോൾ ഇവിടുത്തെ ഇത്രയും ഡെവലപ്മെൻറ്റ്സ് അവിടെ ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോഴും സാമൂഹ്യപരമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് വളരെ മിസറബിളായിരുന്നു, വളരെ ദയനീയമായിരുന്നു, വളരെ അടിച്ചമർത്തപ്പെട്ട ഒന്ന് ആയിരുന്നു. ദി ഇൻട്രൊഡക്ഷൻ ഓഫ് മെഷീൻസ് ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ മെഷീനുകളുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആവിർഭാവം കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായങ്ങൾ എന്ത് ചെയ്യുന്നതിന് തകർന്നതിന് കാരണമാകുന്നു. ആൻഡ് മെനി ആർട്ടിസൻസ് വെയർ ത്രോൺ ഔട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. പല ആർട്ടിസൻസുകളെയും എന്ത് ചെയ്തു? അവരുടെ തൊഴിൽ മേഖലയിൽ നിന്നും അടിച്ചേൽപ്പിക്കുവാൻ അല്ലെങ്കിൽ പുറത്താക്കുവാൻ, അടിച്ചോടിക്കുവാൻ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ത് ചെയ്തു? കാരണമാകുകയും ചെയ്തു. ദ കണ്ടീഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ഫാക്ടറീസ് വെയർ വെരി മിസറബിൾ. ഫാക്ടറികളിലെ തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? വളരെ ദയനീയമായിട്ട് മാറപ്പെടുന്നു. ദ ഫാക്ടറി വർക്കേഴ്സ് സഫേർഡ് ഫ്രം ലോങ് അവേഴ്സ് ഓഫ് വർക്ക്, ലോ വേജസ് ആൻഡ് സ്ലം ലിവിങ്, ഓവർ ക്രൗഡിങ് എക്സെട്ര. കാരണം ഈ ഫാക്ടറി തൊഴിലാളികൾക്ക് എന്ത് ചെയ്തു? ഒരുപാട് നേരം ഫാക്ടറികളിൽ എന്ത് ചെയ്യേണ്ടി വന്നു? പണിയെടുക്കേണ്ടി വന്നു. അതായത് ലോങ് അവേഴ്സ് ഓഫ് വർക്ക് അവർക്ക് ചെയ്യേണ്ടി വന്നു. അവർ കിട്ടുന്ന വേജസ് വളരെ ലോ ആയിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? സ്ലം ഡെല്ലിങ്, ചേരികളിലെ ജീവിതം, ദെൻ ഓവർ ക്രൗഡിങ്, അമിതമായ ജനസംഖ്യ എന്നിവ എന്ത് ചെയ്യാൻ ഉണ്ടാകുന്നതിന് കാരണമായി. In cities and even children were employed to work in dangerous mines from 14 to 18 hours of a day. അപ്പോൾ സിറ്റികളിൽ പോലും എന്താണ്? കുട്ടികൾക്ക് പോലും ഈ മൈനുകളിൽ 14 മുതൽ 18 വരെ മണിക്കൂറുകൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? പണിയെടുക്കേണ്ടതായിട്ട് വന്നു. സോ ഇൻ ഫാക്ട് ദ ന്യൂ സെറ്റപ്പ് എനേബിൾഡ് മാൻ ടു ഏൺ വെൽത്ത് വിത്തൗട്ട് വെൽഫെയർ. അപ്പോൾ ഇത് ശരിക്കുള്ള ഫലം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പുതിയ സെറ്റപ്പ് വന്നതിൻ്റെ ഫലമായിട്ട് വെൽഫെയർ കൂടാതെ ധാരാളം വെൽത്ത് സമ്പാദിപ്പിക്കുവാൻ എന്ത് ചെയ്തു? ഇത് ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ത് ചെയ്ത് പ്രേരിപ്പിക്കുക ചെയ്തു. കാരണം വെൽത്ത് ഉണ്ട്, പക്ഷേ എന്തില്ല? വെൽഫെയർ ജനങ്ങൾക്കില്ലാതെ. സോ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സോൾവ്ഡ് ദ സീഡ് ഓഫ് ഡെമോക്രസി. മറ്റൊരു ഫലം എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യം എന്ന് പറയുന്ന വ്യവസ്ഥയുടെ വിത്തുകൾ പാകുവാൻ എന്ത് സഹായിച്ചു? വ്യവസായ വിപ്ലവം സഹായിക്കുകയുണ്ടായി. ദ വർക്കിംഗ് ക്ലാസ് ലെഡ് അജിറ്റേഷൻസ് ലൈക്ക് ചാർട്ടിസ്റ്റ് മൂവ്മെൻറ്റ്. എന്ത് തൊഴിലാളി വർഗ്ഗങ്ങൾ എന്ത് ചെയ്തു? ചാർട്ടിസ്റ്റ് മൂവ്മെൻറ്റ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ ആരംഭിക്കുകയുണ്ടാകുന്നു. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ലെഡ് ടു ദ റവല്യൂഷൻ ഇൻ എക്കണോമിക് ഐഡിയ. ശരിക്കും പറഞ്ഞാൽ വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് എന്തായിരുന്നു? വ്യാവസായിക മേഖലയിലുണ്ടായ ഒരു വിപ്ലവമായിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് ക്ലാസ് എന്ത് ചെയ്തു? അവരുടെ അജിറ്റേഷൻസ് ഒരുപാട് എന്ത് ചെയ്തു? കണ്ടെത്തുകയുണ്ടാവുന്നു. അതായത് പിന്നെ ഈ ഇവിടുത്തെ തൊഴിലാളി വർഗ്ഗം അവരെന്താ പിന്നെ ഈ പ്രൊളറ്റേറിയൻ ക്ലാസ് എന്ന് പറയപ്പെടുന്നത് അവരുടെ വോട്ടിംഗ് അവകാശം മാത്രം സെക്യൂർ ചെയ്യാൻ അവരെന്ത് ചെയ്തില്ല? പ്രവർത്തിച്ചില്ല. അതോടൊപ്പം തന്നെ എന്താണ്? ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് കടന്നു ചെല്ലുവാനും ആരാഗ്രഹിച്ചു? ഈ പ്രൊളറ്റേറിയൻ ക്ലാസ് എന്ത് ചെയ്തു? ആഗ്രഹിക്കുകയുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി അവർ വിവിധ
അജിറ്റേഷൻസ് എന്ത് ചെയ്തു കൊണ്ടുവരിക ചെയ്തു. അത് നമ്മൾ പറഞ്ഞത് വർക്കിംഗ് ക്ലാസ് ലെഡ് അജിറ്റേഷൻസ് ലൈക്ക് ചാർട്ടിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ദ പ്രൊളറ്റേറിയൻസ് നോട്ട് ഓൺലി സെക്യൂർഡ് വോട്ടിംഗ് ബട്ട് ആൾസോ ഗെറ്റ് എൻട്രി ഇൻ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. അപ്പോൾ വോട്ടിംഗ് പവർ മാത്രമല്ല ഉദ്ദേശിച്ചത്, അതോടൊപ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യണം, ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, കടന്നു ചെല്ലുവാനും ആരാഗ്രഹിച്ചു ഇവിടെ ജനങ്ങളായി. ഇപ്പോൾ നമ്മൾ ബേസിക്കലായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, എക്കണോമിക് ഫീൽഡിൽ മാത്രമേ ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു ഏതാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗാൻ ഇൻ ഇംഗ്ലണ്ട്. എന്തുകൊണ്ടാണ് വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത്? അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ എസ്സേയുടെ ആദ്യം ഒരു പാരഗ്രാഫ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണ്, ഇത്രയും ഭാഗമുണ്ടല്ലോ, ആദ്യത്തെ ഒരു പാരഗ്രാഫ് പ്രോസസ്സിന് മുമ്പുള്ള കാര്യം അത് ഓർത്ത് വെച്ചേക്കും. അതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിന് റിപ്പീറ്റ് ചെയ്യേണ്ടത്. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫസ്റ്റ് ബിഗാൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആദ്യമായിട്ട് എന്ത് ചെയ്തത്, ആരംഭിച്ചത്. There were several reasons why the industrial revolution began in England. എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എന്നതിനെക്കുറിച്ച് പല കാരണങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചരിത്രത്തിൽ പറയുന്നു. അതിൽ ഒന്നാമത്തെ കാരണം, ഇംഗ്ലണ്ട് ഹാഡ് ഇനഫ് ക്യാപിറ്റൽ. ധാരാളം മൂലധനം എവിടെ ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. സോ ആസ് എ റിസൾട്ട് ഓഫ് കൊമേഴ്സ്യൽ റവല്യൂഷൻ ഓഫ് 15th, 16th and 17th century, ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഡൊമസ്റ്റിക് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ എന്ത് ചെയ്തു, കൊമേഴ്സ്യൽ റവല്യൂഷൻ്റെ ഫലമായിട്ട് 15ഉം 16ഉം 17ഉം നൂറ്റാണ്ടിലെ കൊമേഴ്സ്യൽ റവല്യൂഷൻ്റെ ഫലമായിട്ട് ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു, ഡൊമസ്റ്റിക് മേഖലയിൽ, അഗ്രികൾച്ചർ സെക്ടറിൽ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് എന്ത് ചെയ്തു, ഉണ്ടാവുക ചെയ്തു. സ്ലേവ് ട്രേഡിംഗ്, plundering of colonies etc. England had amassed considerable wealth. സ്ലേവ് ട്രേഡിംഗ്, അടിമ കച്ചവടത്തിലൂടെയും അതുപോലെ തന്നെ കോളനികളെ കൊള്ളയടിച്ചും ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു, അമിതമായിട്ടുള്ള സമ്പത്ത് എവിടെ കൊണ്ടുകൂടി, ഇംഗ്ലണ്ടിൽ കൊണ്ടുകൂടി. മോറോവർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് സിസ്റ്റം ഇൻ ഇംഗ്ലണ്ട് മേഡ് അവൈലബിൾ ഫണ്ട്സ് ഫോർ ബിസിനസ്. അതുമാത്രമല്ല എന്താണ്, ബാങ്കിങ് സിസ്റ്റത്തിൻ്റേതായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു, ബിസിനസ് കൂടുതൽ ശക്തമാക്കി മാറ്റുന്നതിന് കാരണമായി. അതോടൊപ്പം തന്നെ ദ ഗവൺമെൻറ് ഓഫ് ഇംഗ്ലണ്ട് ഡിഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ്മാൻ. ബിസിനസ്മാൻ്റെ പ്രവർത്തനങ്ങളിൽ ആരിടപെട്ടിരുന്നില്ല, ഗവൺമെൻറ് ഇടപെട്ടിരുന്നില്ല. ദേ വെർ ഫ്രീ ടു ഇൻവെസ്റ്റ് ദിയർ മണി ആസ് ദേ പ്ലഷർ ഓർ ആസ് ദേ പ്ലേസ്ഡ്. അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ, അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലയിൽ, ബിസിനസ്മാന് ഇഷ്ടപ്പെടുന്ന മേഖലയിൽ അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള അവസരവും ആർക്കിവിടെ നൽകി, ഇംഗ്ലണ്ട് ഗവൺമെൻറ്. ഒരു ഫ്രീ ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്, ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഒരു പക്ഷേ ഇംഗ്ലണ്ടിൽ എന്ത് ആരംഭിക്കാനുള്ള കാരണം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം. ഇതിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലുണ്ടായ രാഷ്ട്രീയ സ്ഥിരത. So compared to other European countries, England had enjoyed greater political stability and peace. ഇപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമാധാനവും രാഷ്ട്രീയ സ്ഥിരതയും നിലനിർത്തുന്ന രാജ്യമായിരുന്നു ഏതാ, ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇൻ ദ ലേറ്റർ ഹാഫ് ഓഫ് ദി 18th century, she had an efficient government which made peace ആൻഡ് ഓർഡർ അറ്റ് ഹോം. ഏകദേശം 18ാം നൂറ്റാണ്ട് രണ്ടാം പകുതിയിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് സിസ്റ്റം എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതവിടെ സമാധാനവും ക്രമസമാധാനവും ഒക്കെ എന്ത് ചെയ്യുക, നിലനിർത്തുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇറ്റ് വാസ് എ നെസറി കണ്ടീഷൻ ഫോർ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്. അതിനെ സഹായിച്ചു ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്സിന്, വ്യാവസായികപരമായ പുരോഗതി ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്നതിനുള്ള അവസ്ഥ എന്ത് ചെയ്ത് സൃഷ്ടിക്കും. ഇപ്പം മറ്റ് ലോകരാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും പീസ് ആൻഡ് ഓർഡർ എവിടെ ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ടിൽ. ദാറ്റ് കണ്ടീഷൻസ് ഓർ ദാറ്റ് സർക്കംസ്റ്റാൻസസ് ലെഡ് ടു ഇംഗ്ലണ്ട് ടു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ദെൻ തേർഡ് വൺ, ഇംഗ്ലണ്ട് ഹാഡ് എ ലാർജ് നമ്പർ ഓഫ് കോളനീസ്. സോ ഇംഗ്ലണ്ട് വാസ് എ ഗ്രേറ്റ്
കൊളോണിയൽ ആൻഡ് കൊമേഴ്സ്യൽ പവർ. നമുക്കറിയാം ഒരുപാട് കോളനികൾ ആർക്കുണ്ടായിരുന്നു? ഇംഗ്ലണ്ട്. ഇപ്പം കൊളോണിയലായിട്ടും കൊമേഴ്സ്യലായിട്ടും ഒരുപാട് ഡെവലപ്ഡ് ആയിരുന്നു ആര്? ഇംഗ്ലണ്ട്. ഷീ ഹെൽഡ് കോളനീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇംഗ്ലണ്ടിൽ നിന്നുണ്ടായിരുന്നു കോളനീസ് ഉണ്ടായിരുന്നു. ആൻഡ് ദീസ് കോളനീസ് സപ്ലൈഡ് എ ലോട്ട് ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ഹെർ ഇൻഡസ്ട്രീസ്. ഈ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തിരുന്നു ആര്? ഈ കോളനീസ്. അത് മേ ബി പ്ലണ്ടറിങ് ആയിരുന്നു, അല്ലാതെ ഒരു കോളനിയും അവർ ഇഷ്ടപ്രകാരം കൊടുത്തതല്ല. അതിൽ മാക്സിമം റോ മെറ്റീരിയൽസ് ഇവരിവിടെ എന്ത് ചെയ്തു? എക്സ്പ്ലോർട്ട് ചെയ്യുക ചെയ്തു. കോളനിയുടെ മലയാളം കോളനികൾ തന്നെ എന്താ പറയുക? മലയാളം എനിക്ക് മനസ്സിൽ എന്താ അന്ന് കോളനി. ഇപ്പം നമ്മൾ കോളനി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻഹാബിറ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്. അതൊരു നമ്മളിവിടെ കോളനി എന്ന് പറയുന്നതും അവരുടെ കോളനി നമ്മുടെ എന്ന് പറയുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസം. അത് കൊളോണിയലൈസേഷൻ, കോളനിവൽക്കരണം. എന്നുവെച്ചാൽ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ മേധാവിത്വം എന്ത് ചെയ്യുന്നു? സ്ഥാപിക്കുന്നു. അതിന് നമ്മളന്ന് കൊളോണിയലൈസേഷൻ എന്ന് എന്ത് ചെയ്യുന്നു പറയാം. ഇപ്പം നമ്മുടെ നാട്ടിലെ കോളനികളെന്ന് പറയുമ്പോൾ എന്താ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാസ്റ്റിൽപ്പെട്ട ആളുകളെ എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ നമ്മൾ ഇൻഹെബിറ്റ് ചെയ്യിക്കുന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ കോളനീസ് എന്ത് ചെയ്തു? They had supplied a lot of raw materials for the her industries. ബ്രിട്ടൻ്റെ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവർ പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ആൾസോ സെർവ്ഡ് ആസ് ഗുഡ് മാർക്കറ്റ്സ് ഫോർ മാനുഫാക്ചർഡ് ഗുഡ്സ്. അപ്പോൾ ഇങ്ങനെ റോ മെറ്റീരിയൽസ് കൊടുക്കുന്നു. ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റുകളുമായിട്ട് ആരും മാറുന്നു? ഈ കോളനികൾ തന്നെ എന്ത് ചെയ്യുന്നു? മാറുന്നു. അപ്പം ഓരോ കോളനീസിൽ നിന്ന് വളരെ വില കുറച്ച് റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു? വളരെ എക്സ്പെൻസീവായ രീതിയിൽ എന്ത് ചെയ്യുന്നു? തിരിച്ചുകൊണ്ട് വെക്കുമായിരുന്നു. സോ ദിസ് ഗേവ് എ സ്ട്രോങ് ഇൻസ്റ്റൻസ് ഫോർ എ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ്. അപ്പോൾ ഇതെന്തിനു സഹായിച്ചു? അവർക്ക് ഒരു വളരെ വലിയ അളവിൽ ഉൽപ്പാദനം നടത്തുവാൻ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിനെ പ്രേരിപ്പിക്കുക ചെയ്തു. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഇൻസുലാർ പൊസിഷൻ ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ഇൻസുലാർ പൊസിഷൻ, ഒരു ഐലൻഡ് പൊസിഷൻ. അതായത് ഇറ്റ് വാസ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ഇൻ ബ്രിട്ടൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. എന്നുവെച്ചാൽ എന്താണ്? ചുറ്റിനും എന്തുണ്ടായിരുന്നു? കടലുണ്ടായിരുന്നു. ചുറ്റിനല്ല, ഏകദേശം ഭൂരിപക്ഷ മേഖലയിൽ എന്താണ്? കടലുണ്ടായിരുന്നു. അതായത് ഷി വാസ് സറൗണ്ടഡ് ബൈ സീസ് ഓൺ ഓൾ സൈഡ്. എല്ലാം ഉണ്ടായിരുന്നു, 4 സൈഡിലും കടൽ തന്നെയാണ്. അപ്പോൾ അതെന്തിനു സഹായിച്ചു? അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് പെനിൻസുലാർ പൊസിഷനാണ്, പക്ഷേ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇൻസുലാർ പൊസിഷൻ. ഇന്ത്യയിൽ 3 സൈഡ് മാത്രമേ എന്തുള്ളൂ? കടലുള്ളൂ. പക്ഷേ ഇംഗ്ലണ്ടിൽ 4 സൈഡ് എന്താ? കടൽ തന്നെ. ഓസ്ട്രേലിയ പോലെ തന്നെ. സോ ഓൾ ദീസ് സർക്കംസ്റ്റാൻസസ് വെയർ ഫേവറബിൾ ഇൻ ഇംഗ്ലണ്ട് ടു സ്റ്റാർട്ട് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ്. അപ്പോൾ ഈ ഇത്തരം സാഹചര്യങ്ങൾ എന്തിനു കാരണമായി? ഇൻസുലാർ പൊസിഷൻ, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ലാർജ് നമ്പർ ഓഫ് കോളനീസ്, ഇനഫ് ക്യാപിറ്റലൊക്കെ എന്തിനു സഹായിച്ചു? ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നതിന് സഹായിച്ചു. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോസസ്, റിസൾട്ട്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് എസ് ആയിട്ട് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്താ ഓരോ ഭാഗവും തിരിച്ചെന്ത് ചെയ്യാം? ഷോർട്ട് ആയിട്ട് വരും.